CPM-ന്റെ കനത്ത തോൽവിക്ക് കാരണം കേരള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണമാണ് എന്ന കുറ്റപ്പെടുത്തൽ നേരത്തെ തന്നെ കീഴ്ഘടകങ്ങളിൽ വരെ ഉയർന്നുവെന്നും അത് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും ഉയർന്നു. പക്ഷേ അത് ഉൾക്കൊണ്ടില്ല എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നതാണ്. നമ്മൾ മുൻപൊരിക്കൽ ഈ ഒരേ വിഷയം തന്നെ ചർച്ച ചെയ്തതുമാണ്. ഇപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, അതും വെബ്സൈറ്റിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നൊരു നിലപാടല്ലേ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്? ഈ സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെയുള്ള ലീഡർഷിപ്പ് കൂടി ചേർന്നതാണ് കേന്ദ്ര ലീഡർഷിപ്പ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വിമർശനവും സ്വയം വിമർശനവും എന്നുള്ള ഒരു ആസ്പെക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിക്ക് കാണാൻ കഴിയാത്ത കാര്യം ഒരു പക്ഷേ കുറച്ചുകൂടി ഉയർന്നൊരു കമ്മിറ്റിക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരും. അപ്പോൾ ആ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് തിരുത്തലുകൾ വരുത്തുക എന്നുള്ളതാണ് സ്വാഭാവികം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധന CPM-ന്റെ എല്ലാ ഘടകങ്ങളിലും നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ക്രോഡീകരണവും അതിൻ്റെ വിപുലീകരണമാണ് ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിലയ്ക്ക് വെബ്സൈറ്റിൽ ഇട്ടിട്ടുള്ളത്. അതിനകത്ത് ഒരു കാര്യം, നമ്മൾ പ്രവർത്തിച്ച് വരുന്ന ഘട്ടത്തിലാണ് അത് നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അണർത്തിയപ്പെടുന്നത്. ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ശരിയാണെന്ന രീതിയിൽ നടത്തുന്ന കാര്യം അല്പം മാറിയിരുന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്ത് പെശകുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയ ഒരിടമായി, പാവപ്പെട്ട ആളുകൾക്ക് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിർത്താൻ പറ്റുന്നൊരിടമായി കേരളത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തുടർന്നും വഹിക്കുന്നതാണ്. ആ 10 വർഷത്തെ തുടർ ഭരണം ഉണ്ടായതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. കേരള സമൂഹത്തിനാകെ ലഭ്യമാകുന്ന അനുഭവവേദ്യമാകുന്ന ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ അത് രാഷ്ട്രീയമായി അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിൽ കഴിഞ്ഞിട്ടില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. പാർട്ടി തന്നെ പറഞ്ഞിട്ടുള്ള പുതിയ കാലത്തെ മനസ്സിലാക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ച, നേതാക്കൾക്ക് വന്നിട്ടുള്ള തലക്കനവും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനവും ഒക്കെ തന്നെ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളതായും, കേരളത്തിലെ പാർട്ടിയും ഭരണവും സംബന്ധിച്ച് ഏകോപിപ്പിച്ച് പോകേണ്ടതിൻ്റെ ചില ദൗർബല്യങ്ങൾ വന്നിട്ടുള്ളതായി ഇതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമുള്ളത്, ഇതെല്ലാം തന്നെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് വളരെ മുമ്പേ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വർഷങ്ങളായി ഈ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉന്നയിച്ച് വരുന്നതുമാണ്. പലപ്പോഴും ഈ സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഒരു സംഘടനാ രൂപത്തിൽ കൂടി ഒരു തീരുമാനമായി ഒരു പാർട്ടിയുടെ മൊത്തം ബോഡിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങായി വരുന്നതിന് ചിലപ്പോൾ സമയം എടുത്തെന്ന് വരും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ പാർട്ടിക്കകത്ത് ജീവിക്കുന്ന ഒരാൾക്കും പുതുമയുള്ള കാര്യങ്ങളല്ല. ഈ പാർട്ടി ജൈവ സ്വഭാവമുള്ള ഒന്നാണ്. അതിനനുസരിച്ച് പാർട്ടിയുടെ ജൈവ സ്വഭാവത്തിനനുസരിച്ച് ലീഡർഷിപ്പിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സ്വാംശീകരിക്കുക എന്നുള്ള കാര്യം ജൈവമായി സംഭവിക്കേണ്ടതിന് പകരം യാന്ത്രികമായി അതിനെ ഉൾക്കൊണ്ടതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം. അപ്പോൾ ഇപ്പോൾ ആളുകൾ EMS മുമ്പ് പറയുമായിരുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കൂ, അവർ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അത്തരത്തിൽ വളരെ ലഘുവായി ഒരു സംഘടനാ തത്വത്തെ പറഞ്ഞതാണ്. ആളുകളിൽ നിന്ന് പഠിക്കുക, ആളുകളെ പഠിപ്പിക്കുക, രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും. ഇപ്പോൾ ആളുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ഒരു പ്രശ്നം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വന്ന് തരാവുന്ന ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ, ഈ അതിൻ്റെ ജനാധിപത്യ കേന്ദ്രീകരണം എന്ന തത്വമാണ് പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ. അങ്ങനെ നോക്കുമ്പോൾ അഭിപ്രായങ്ങൾ താഴെ തട്ടിൽ നിന്ന് ക്രോഡീകരിക്കപ്പെടുകയും ആ ക്രോഡീകരിക്കപ്പെട്ട അഭിപ്രായത്തെ വിപുലപ്പെടുത്തി താഴെ അറ്റം വരെ തിരിച്ച് കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയ. പാർട്ടി കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനം ബ്രാഞ്ച് വരെ എത്തുകയും തിരിച്ച് സ്വാംശീകരിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. ഇതിൽ ആളുകളുടെ പാർട്ടി എടുക്കുന്ന തീരുമാനം റിപ്പോർട്ട് ചെയ്യുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകളും അനുഭവങ്ങളും തിരിച്ച് സ്വാംശീകരിക്കുന്ന പ്രക്രിയ നടന്നില്ലെങ്കിൽ പാർട്ടി ഒരു യന്ത്രം പോലെയാവും, ഒരു ജൈവ സ്വഭാവം നഷ്ടപ്പെടും. ഇവിടെ ഏറെക്കുറെ അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത്. ആളുകളുടെ അഭിപ്രായങ്ങളെ യഥാസമയം ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ഇങ്ങനെ തിരിച്ച് സ്വാംശീകരിക്കുന്ന പ്രക്രിയ കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ക്രൂഷ്യലായ പ്രശ്നം. അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്നത്. കൃത്യമായി ആ ജനാധിപത്യ കേന്ദ്രീകൃത തത്വത്തിൻ്റെ പ്രയോഗത്തിൽ വന്നിട്ടുള്ള പിഴവാണ്. മറ്റുള്ള പാർട്ടികൾക്ക് പിഴവുണ്ടായാൽ അവർ തുറന്നു പറയാറില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സവിശേഷത അവർ അത് തുറന്ന് ജനങ്ങളോട് പറയുകയും തിരുത്തേണ്ട കാര്യങ്ങൾ പൊതുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ തെറ്റും വരാൻ പാടില്ലാത്ത ഒരു പാർട്ടിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാമെങ്കിലും പ്രവർത്തനത്തിൽ പ്രയോഗത്തിൽ കൂടെയാണ് ഇതിൻ്റെ തത്വശാസ്ത്രം തിരുത്തപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടും ഐഡിയോളജി തിരുത്തപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടും പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ തിരിച്ച് സ്വാംശീകരിക്കുന്ന പ്രക്രിയയിൽ എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ട്, പല തകരാറും വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി അത് കൃത്യമായി പറയുന്നത്. ഇതെല്ലാം ഒരു വഴികാട്ടിയാണ്. ഇത് പ്രത്യേകിച്ച് നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് സംസാരിച്ചവൻ പറഞ്ഞു BJPക്ക് നേരെയുള്ള ഒരു വിമർശനമാണ് CPM കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളതെന്ന്. ഒരു ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ഒരു നിയോ ലിബറൽ എക്കോണമിയിൽ നവഫാസിസം പിടിമുറുക്കിയിരിക്കുന്നു എന്നും ഇത് ഒരു അമിതാധികാരത്തിലേക്ക് ഇപ്പം റഷ്യയിലും ഈ തുർക്കിയിലുമൊക്കെ കണ്ടതുപോലെ പേരിന് ജനാധിപത്യം ഉണ്ടാവുമെങ്കിലും ഒളിഗാർക്കിക്കൽ സ്വഭാവമായി ചില ആളുകളുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ഒരു കാട്ടിക്കൂട്ടലായി മാറുകയും ഒരേ ശക്തി അധികാരത്തിലിരിക്കുകയും ചെയ്യുന്ന ഒരു ദൗർബല്യത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം പതിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ളൊരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അതിനെതിരെ വിപുലമായ ഒരു മുന്നണി കെട്ടിപ്പടുക്കുക, ജനാധിപത്യ വിശ്വാസികളുടെ മുന്നണി കെട്ടിപ്പടുക്കണമെങ്കിൽ ആദ്യം സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തെ ആകെ ഏകോപിപ്പിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതത്വത്തെ മറികടന്നുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് സാമൂഹ്യ മാറ്റം ഉണ്ടാകാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഇപ്പം ഡൽഹിയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭത്തിന് മുമ്പ് ഗവൺമെൻറ് മുട്ടുമടക്കേണ്ടി വന്നത് തന്നെ ആ പ്രക്ഷോഭത്തിൻ്റെ ജൈവ സ്വഭാവമാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന നൈസർഗികമായി ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന മാറ്റം പരിമിതമാണ്. എന്നാൽ വളരെ കോൺഷ്യസായി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനാ ശേഷിയുള്ള ഐഡിയോളജിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള ഉത്തമ ബോധ്യമുള്ളൊരു പാർട്ടിയാണ് CPM. അത് ഉണ്ടാകണമെങ്കിൽ ആദ്യം CPMൻ്റെ അകത്തുള്ള തെറ്റുകൾ അത് തിരുത്താൻ പറ്റണം. അങ്ങനെ അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് സെൻട്രൽ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടെന്നാണ് ഞാൻ കാണുന്നത്.